നമസ്കാരം കൂട്ടുകാരെ, ഞാൻ ഫീച്ചർ ചോളൂ. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഈ റബ്ബർ വിലയും മറ്റും അതിൻ്റെ ന്യൂസും ഹെക്ടറിന് ഇപ്പോൾ സബ്സിഡി കിട്ടുന്ന സ്കീമിനെ പറ്റിയും ഒക്കെയാണ്. കഴിഞ്ഞ 25-ാം തീയതി റബ്ബർ വില നോക്കുമ്പോൾ RSS-4 245, RSS-5 240. ആഴ്ചയിലത്തെ വില വരെ ആകുമ്പോൾ RSS-5 249 രൂപയാണ്, RSS-4 254. അതായത് ഒരു 9 രൂപയുടെ വ്യത്യാസം അല്ലെങ്കിൽ വർധനമാണ് ഉണ്ടായിരിക്കുന്നത് റബ്ബർ വിലയിൽ. ലോട്ടിലും ഏകദേശം 9 രൂപ, ലൂസിനും 9 രൂപ, ഒട്ടുപാലിൽ നോക്കുമ്പോഴും 7 രൂപയാണ് വർധന ഉണ്ടായത്. ഒട്ടുപാൽ അന്നത്തെ വില 135 മുതൽ 140, ശനിയാഴ്ചത്തെ വൈകിട്ട് വില നോക്കുമ്പോൾ 140 മുതൽ 147 രൂപയാണ്. ഇപ്പോൾ മിക്ക കർഷകരും ടാപ്പിംഗ് ചെയ്യാനായിട്ട് കവറൊക്കെ ഇടാൻ പോവുകയാണ്. ഏകദേശം 15 ലിറ്ററിൻ്റെ പശ വാങ്ങിക്കണമെങ്കിൽ 1100 രൂപയാണ് അവിടെ കൊടുക്കേണ്ടി വരുന്നത്. സാധനങ്ങളെല്ലാം നല്ല വിലയുമായി. അതേസമയം കൂലിയും വില കൂടിയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം 15 മുതൽ 17 രൂപയാണ് ലേബർ ചാർജ് തന്നെ. റബ്ബർ മേഖലയ്ക്ക് പുത്തൻ ഉണർവുമായി കേര. റബ്ബർ കർഷകർക്ക് സമാശ്വാസ പദ്ധതിയുമായി കൃഷി വകുപ്പ് ലോകബാങ്കിൻ്റെ സഹായത്തോടെ നടപ്പാക്കുന്ന കേരള കാലാവസ്ഥ അതിജീവന കാർഷിക മൂല്യവർദ്ധക വിപണന ശൃംഖല നവീകരണ പദ്ധതിയിലൂടെ പഴയ റബ്ബർ മരങ്ങൾ പ്രയോജനമില്ലാത്തത് മുറിച്ച് മാറ്റി പുതിയ നല്ല റബ്ബർ തൈകൾ നടുവാനുള്ള സബ്സിഡി. റബ്ബർ കർഷകർക്ക് ഹെക്ടറിന് 75,000 രൂപ നിരക്കിൽ സർക്കാരിൻ്റെ നേരിട്ടുള്ള സഹായധനം ലഭ്യമാക്കുന്നതാണ് പദ്ധതി. ആഗ്രഹിക്കുന്ന കർഷകർക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. ഇപ്പോൾ കേര പദ്ധതിയിലൂടെ പ്രോത്സാഹിപ്പിക്കുന്നത് കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കാനും ഉയർന്ന ഉൽപ്പാദനക്ഷമത കൈവരിക്കാനും കഴിയുന്ന പുതിയ ഇനം റബ്ബർ മരങ്ങളെയാണ്. ആദ്യ വർഷം 50,000 രൂപയും 2ാം വർഷം 20,000 രൂപയും എന്ന രീതിയിൽ ഓരോ കർഷകനും പരമാവധി 2 ഹെക്ടർ വരെയുള്ള റബ്ബർ പുനർനടീലിന് സഹായധനം ലഭ്യമാകും റബ്ബർ കർഷകർക്ക്. ഇതോടൊപ്പം ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്ത കർഷകരെ റബ്ബർ ബോർഡിൻ്റെ സഹകരണത്തോടെ കേര സംഘടിപ്പിക്കുന്ന പരിശീലന പരിപാടികളിലേക്കും ക്ഷണിക്കും. അപേക്ഷിക്കുമ്പോൾ റബ്ബർ കർഷകൻ്റെ തിരിച്ചറിയൽ രേഖ, ഫോട്ടോ, ബാങ്ക് പാസ്ബുക്ക്, IFSC കോഡുള്ളത്, കൈവശാവകാശ സർട്ടിഫിക്കറ്റ്, കൃഷിയിടത്തിൻ്റെ സ്കെച്ച്, അംഗീകൃത നഴ്സറിയിൽ നിന്ന് നടീൽ വസ്തുക്കൾ വാങ്ങിയതിൻ്റെ ബിൽ തുടങ്ങിയ രേഖകൾ ഓൺലൈനായി സമർപ്പിക്കണം. അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിലോ അല്ലെങ്കിൽ ഓൺലൈൻ സെൻറ്ററിലോ ചെന്ന് അപേക്ഷിക്കാം. സ്വന്തമായി കമ്പ്യൂട്ടറും സ്കാനിങ്ങും മറ്റും ഉണ്ടെങ്കിൽ അത് അങ്ങനെയും ചെയ്യാം. അക്ഷയ സെൻറ്ററുകൾ ഓൺലൈൻ സെൻറ്ററിലോ പോകുമ്പോൾ ആധാർ കാർഡിൽ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പരും കൊണ്ടുപോകണം. അതിനകത്തൊരു OTP വരുമ്പോൾ ആ OTP അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടതായി വരും. ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കണ്ണൂരിലുള്ള നോർത്ത് കേരള റീജിയൻ ഓഫീസുമായി 7698243657 അല്ലെങ്കിൽ 7306595447 എന്ന നമ്പറിലോ ബന്ധപ്പെടണം. കേര പദ്ധതിയുടെ ഭാഗമായി തയ്യാറാക്കിയ ഓൺലൈൻ പോർട്ടൽ വഴിയും അപേക്ഷിക്കാം. www.kerala.kerala.gov.in എന്ന വെബ്സൈറ്റ് മുഖേനയും. ഇങ്ങനെയുള്ള ഓരോ പദ്ധതികളിൽ റബ്ബർ കർഷകർ പരമാവധി ഉപയോഗിക്കാൻ നോക്കുക. ഇതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്നു. ഇത്രയും സമയം ക്ഷമയുടെ കേട്ടിരുന്നുള്ള വളരെയധികം നന്ദി.